ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2-ന്റെ 6-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം പുഷ്പ ഫാൻസ് അടിച്ച് തൂക്ക് എന്ന് തന്നെയാണ് പറയാനുള്ളത്. 807ഓളം ഷോകളാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 20,000-ന് മുകളിൽ ജനങ്ങൾ കണ്ടു. 21,000 എന്ന് തന്നെ പറയാം. 20,926 പേരാണ് കണ്ടതായി ട്രാക്കേഴ്സ് പറയുന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് 32,63,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഇതുവരെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയത്ത് 41,92,000 രൂപയായിരുന്നു. അതായത് കേരളത്തിൽ ഓരോ ദിവസവും ഓരോ ദിവസവും എന്നല്ല, തിങ്കൾ തൊട്ട് തുടങ്ങുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിങ്കളാഴ്ച ഏകദേശം 90 ലക്ഷം രൂപയോളം 95 ലക്ഷം രൂപയോളമാണ് കേരള കളക്ഷൻ വന്നതെങ്കിൽ ഇന്ന് സിനിമയ്ക്ക് വരാൻ പോകുന്നത് ഏകദേശം 75-85 ലക്ഷം രൂപ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതായത് നല്ല ഒരു ഇടിവ്. ഇന്നലത്തേക്കാളും 22% ഇടിവ് പറയുന്നത്. 8.95% ഒക്യുപ്പൻസി ആണ് ഇന്ന് സിനിമയ്ക്കാകെയുള്ളൂ. അതേസമയം ഇന്ന് സിനിമയുടെ 5 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് വേൾഡ് വൈഡ് പുറത്തു വന്നിട്ടുണ്ട്. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളേവരും പ്രതീക്ഷിച്ചതിനേക്കാളും ചെറിയ ഒരു കുറവ് അതിനകത്ത് നമുക്ക് കാണുന്നു. 922 കോടിയോളമാണ് 5 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്ന ഫാസ്റ്റസ്റ്റ് 900 ക്ലബ് ഇൻ ഇന്ത്യൻ സിനിമ എന്നുള്ളതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 950 കോടി സിനിമ ഇന്ന് നേടുമെന്നായിരുന്നു. എന്നാലും മറ്റൊരു റെക്കോർഡ് കൂടി സിനിമ, ഈ ഒരു റെക്കോർഡല്ല, ഒരുപാട് റെക്കോർഡുകൾ സിനിമ തീർത്തിട്ടുണ്ട്. ഇന്ന് വന്ന മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ നിന്ന് 300 കോടിക്ക് മുകളിൽ നേടുന്നു വെറും 5 ദിവസം കൊണ്ട് ഹിന്ദി അല്ലാത്ത ഒരു ചിത്രം എന്നുള്ളത് കൂടെയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. സാധാരണ ഗതിയിൽ നമ്മൾ കാണാറുള്ളത് ഹിന്ദി സിനിമകൾ ആ റേഞ്ചിലൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയുടെ വമ്പൻ വിജയം എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ഹിന്ദിയിൽ ഇന്നും സിനിമയ്ക്ക് 40 കോടിക്ക് മുകളിൽ, അതായത് തിങ്കളാഴ്ച ദിവസത്തെ. ചൊവ്വാഴ്ചയും പ്രതീക്ഷിക്കുന്നത് അതേ ലെവലിലുള്ള ഒരു കളക്ഷനാണ്. ഏകദേശം 40 കോടി രൂപയ്ക്ക് മുകളിൽ തന്നെ ആയിരിക്കും ഇന്നും സിനിമയ്ക്ക് ഹിന്ദി ബെൽറ്റിൽ നിന്ന് ലഭിക്കുക. അതായത് സിനിമ 5-ാം ദിവസം മാത്രം 93 കോടി രൂപയാണ് വേൾഡ് വൈഡായിട്ട് നേടിയിരിക്കുന്നത്. നാളെ കൊണ്ട് സിനിമ തീർച്ചയായിട്ടും 100 കോടിയിലേക്ക് ഉള്ള പോസ്റ്റർ വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇന്ന് ചൊവ്വാഴ്ചയാണ്. നമുക്ക് എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ഇടിവ് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും 88 കോടി രൂപ ഈ സിനിമയ്ക്ക് നേടാൻ സിമ്പിളായിട്ട് നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വലിയ ഓരോ സക്സസ്സും നമുക്ക്, അല്ലെങ്കിൽ ഓരോ ദിവസവും സിനിമ റെക്കോർഡുകൾ തന്നെയാണ് നമുക്ക് തൂക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും നോർത്ത് ഇന്ത്യ അതേപോലെ തന്നെ തെലുങ്കിൽ ഒക്കെ ഉള്ള ഓരോ തിയേറ്റേഴ്സ് പുറത്ത് വിടുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ തിയേറ്ററിൽ നിന്ന് 1 കോടി 2 കോടി ആ റേഞ്ചിൽ ഒരു തിയേറ്ററിൽ നിന്ന് തന്നെ സിനിമ കളക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അത് പല തിയേറ്ററുകളുടെയും റെക്കോർഡ് കളക്ഷനാണെന്ന് അവർ തന്നെ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രദർശിപ്പിക്കുന്നുമുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ 2 കോടി വരെയാണ് ഒരു തിയേറ്ററിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അപർണ സിനിമാസ് എന്ന് പറഞ്ഞ സിനിമ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് 1 crore ഗ്രോസ് ഇൻ അപർണ സിനിമാസ് ഫാസ്റ്റസ്റ്റ് ഫിലിം ടു ഡൂ സോ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒട്ടുമിക്ക തിയേറ്ററുകളും അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ പുതിയ മറ്റൊരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് സിംഗപ്പൂരിൽ ഈ സിനിമ നേടുന്നത്. അങ്ങനെ ഓരോ ഏരിയയിലും സിനിമ വമ്പൻ റെക്കോർഡുകൾ തൂക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. സ്റ്റേറ്റ് മീഡിയാസ്.